ഇവനെ അറിയോ? ചാത്തന്റെ ചെറുമോന. അയ്യപ്പനാരെ ഭാര്യ പോണെ ഇങ്ങോട്ട് വിളിക്കും. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അതൊക്കെ പറയാം. ആദ്യം നിങ്ങളെ മോളെ ഇങ്ങോട്ട് വിളിക്കും. മോളെ ആതിരേ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളെ നിനക്ക് മനസ്സിലായി. അറിയാം, നമ്മുടെ കരയോഗ പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ? എന്താ നീ ആ കാത്തന്റെ ചെറുമകന് വേണ്ടി ഇഷ്ടത്തിലാണെന്നോ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നോ ഒക്കെ കേൾക്കുന്നു. ശരിയാണോ? നിനക്ക് നമ്മുടെ സമുദായത്തിൽ ആരും കിട്ടില്ല പ്രേമിക്കാനായിട്ട്. നിങ്ങളെല്ലാരും കൂടി നമ്മുടെ സമുദായത്തെ നാണം കെട്ടി അടങ്ങും. നാണം കെടുത്ത എന്താ? അവര് മനുഷ്യരല്ലേ, ഓരോരുത്തരും അവര് ഹിന്ദുക്കളല്ലേ. ഹിന്ദുക്കളൊക്കെ തന്നെ, പക്ഷേ അവരെ നമ്മൾ കൂടെ കൂട്ടിയിട്ടില്ല. അവരെ നമ്മൾ പ്രത്യേകം ഷെഡ്യൂളായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഷെഡ്യൂൾഡ് ടാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ഡ്രൈവ്. എടി കൊച്ചേ, ഇവിടുത്തെ 3 പ്രബല രാഷ്ട്രീയ പാർട്ടിക്കാരെ നീ ഒന്ന് എടുത്തു നോക്ക്. അവരും ഇവറ്റ പ്രത്യേകം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മാറ്റി നിർത്തിയിരിക്കുക അല്ലേ? അതെന്തിനാന്ന് നിന്റെ വിചാരം? ഇവക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ, വിവരമില്ല. സാരമില്ല, അത് ഞാൻ അങ്ങ് സഹിച്ചു. അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ അത് മതി. ഓ, ഒരു സർക്കാർ ഉദ്യോഗം. ഇതൊക്കെ അവന്മാരുടെ കഴിവ് കൊണ്ടാണ് കിട്ടിയെന്നാണോ നിന്റെ വിചാരം? സംവരണം ഇല്ലായിരുന്നെങ്കിലേ കാണാമായിരുന്നു. മര്യാദകൾ പറയുന്നത് കേട്ടാ. അത് വിട്ടാതിരിക്കേ. നിങ്ങൾ ഈ പറഞ്ഞ ചാത്തന്റെ ചെറുമോനില്ലേ, 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ പരീക്ഷയ്ക്ക് 2 നില ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളു. PSC പരീക്ഷയ്ക്ക് അവ റാങ്കോട് കൂടിയാ പാസ്സായത്, ഞാൻ ജസ്റ്റ് പാസ്. നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യരില്ലേ, അവര് നല്ല മാർക്കോട് കൂടി മെറിറ്റിൽ പാസ്സായാലും സംവരണത്തിന്റെ പേരും പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലേ മാറി മാറി വരുന്ന സർക്കാരുകള്. ഇതെല്ലാം പോരാഞ്ഞിട്ട് കള്ള ജാതി സർട്ടിഫിക്കറ്റും കൊടുത്ത് ഈ പാവങ്ങളുടെ ജോലി തട്ടിയെടുക്കുകയല്ലേ ഇവിടെ ഉള്ളവര് ചെയ്യുന്നത്. നിർത്തലിന്റെ പ്രസംഗം. പിന്നെ അവൾ അവനെയും കെട്ടി ഇവിടെ പൊറുക്കാണെങ്കിലേ 3 പേരെയും കരയോത്തിയത് പുറത്താക്കും. ഇനി എന്ത് സംഭവിച്ചാലും ജീവിക്കുന്നെങ്കിൽ ഞാൻ അവന്റെ കൂടെ ജീവിക്കുന്നുള്ളൂ.